ഞാൻ അമിത പ്രതീക്ഷയൊന്നും ഇല്ലാതെ വന്നൊരു സംഭവമാണ്. ഇതിൻ്റെ ട്രെയിലർ വന്നായിരുന്നു. അമിത പ്രതീക്ഷയില്ലാതെ തിയേറ്ററിൽ വന്നപ്പോഴേക്കും എനിക്ക് എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടമായിട്ട് തോന്നി. ഒരു ആക്ഷൻ എൻ്റർടൈനറാണ്, ഒപ്പം അതിനകത്ത് ലവ് ട്രാക്ക് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് തിയേറ്ററിൽ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ് AR മുരുകദോസ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഈ തിരുവോണത്തിന്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതില്ല വില്ലനാണ്. വില്ലൻ ഒരു രക്ഷയില്ല. എൻ്റെ ദൈവം, അവൻ വന്ന സീൻസൊക്കെ സ്ക്രീനിൽ ഒരു രക്ഷയില്ല. പിന്നെ ശ്രീകാർത്തികനും വേറെ ലെവൽ സെറ്റ് സാധനമാണ്. മുരുകദാസ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പടം ഒരു ഗജനി തുപ്പാക്കി മിക്സ് ചെയ്ത സാധനമാണ്. അതേപോലെ തന്നെ പടം വെച്ചിട്ടുണ്ട്. പിന്നെ തമിഴ് പടത്തിൽ ഇത്രയും ഹലോ ഗേസ്, നമ്മളിപ്പോൾ മുരുകദാസിൻ്റെ മദിരാശി എന്ന് പറഞ്ഞ പടം കണ്ടിറങ്ങിയാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഓണം, തിരുവോണം നാളിൽ ഇത്രയും നല്ലൊരു മൂവി റിലീസ് ചെയ്ത മുരുകദാസിനും ടീമിനും ഒരു ബിഗ് സല്യൂട്ട്. പറയാനൊന്നുമല്ല, മദിരാശി എന്ന് പറഞ്ഞ നമ്മുടെ ശിവകാർത്തികേയൻ്റെ പടം ഇന്ന് റിലീസായിരുന്നു. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഹൈപ്പാണ്, സൂപ്പർ മൂവി, ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നെ, വില്ലൻ എന്ന് പറഞ്ഞാൽ വില്ലനാണ് ഹീറോ ആണ് വില്ലൻ. അന്ന് അതേമാതിരി തന്നെ വില്ലനും ഹീറോയ്ക്ക് രണ്ടാൾക്ക് തുല്യ കഥാപാത്രം. ഇത്രയും നല്ലൊരു മൂമെൻറ്റ് പടം, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോറി മൂപ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒന്നും ഉണ്ടാവാതിരിക്കില്ല. അത്രയും നല്ല സാധനമാണ്. എല്ലാവരും മസ്റ്റ് വാച്ചിങ് തിയേറ്ററിൽ. ഇന്ന് നിങ്ങൾക്ക് ഓണം അടിച്ച് പൊളിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ മസ്റ്റ് വാച്ചിങ്ങാണ്. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പടം. ഇത് വെറുതെ പറഞ്ഞല്ല, തിയേറ്ററിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ പടം കഴിയുന്നവരെ നിങ്ങൾക്ക് എൻജോയ്മെൻ്റ് ആവും. അത്രയും നല്ല മൂവി, സൂപ്പർ മൂവിയാണ്.